അസ്സലാമു അലൈക്കും. കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ധനം വല്ലവനും പങ്കിട്ടെടുത്താൽ അള്ളാഹുവിന് നരകം സ്ഥിരപ്പെടുത്തുകയും സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്യും. അത് നിസ്സാരപ്പെട്ട ഒരു ഉഗമരത്തിന്റെ കൊമ്പാണെങ്കിൽ പോലും. ഈ ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, മുർഷിദാണ് സംസാരിക്കുന്നത്. മുർഷിദ് എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ വേങ്ങരല്ലേ മുർഷിദ്? അതെ അതെ. മുർഷിദ് എന്താ ചെയ്യുന്നേ? പഠിക്കാണ്. എത്രാം ക്ലാസ്സിലാ? PG ചെയ്തോണ്ടിരിക്കാണ്. ഏത് വിഷയത്തിലാ PG എടുത്തേ? ജേർണലിസം. അപ്പൊ ഒരു ജേർണലിസ്റ്റ് ആവാനാണോ താല്പര്യം? അതെ അതെ അതെ. മുർഷിദ് നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? പരിപാടി കാണാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടോ അതിനു മുന്നേ? ഇല്ല, പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ്? അതെ അതെ, ആദ്യമായിട്ടാണ്. മുർഷിദ് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ ഉപ്പ അനിയൻ. അനിയൻ എന്താ ചെയ്യുന്നേ? അനിയൻ പഠിക്കാണ്. ആണോ? മുർഷി, നമ്മൾ ആദ്യ ചോദ്യം ചോദിക്കട്ടെ? അതെ അതെ, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ആദ്യ ചോദ്യം എൻട്രി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആദ്യ ചോദ്യം, ഇസ്ലാമിലെ പ്രഥമ ഹിജ്റ പ്രവാചകത്വത്തിന്റെ എത്രാം വർഷമായിരുന്നു? ക്വസ്റ്റ്യൻ, ഇസ്ലാമിലെ പ്രഥമ ഹിജ്റ പ്രവാചകത്വത്തിന്റെ എത്രാം വർഷമായിരുന്നു? ഓപ്ഷൻസ് ഉണ്ട്. 4, 5, 6. 4 മുർഷി, 4 എന്ന ഉത്തരം തെറ്റിപ്പോയി. ശരിയായ ഉത്തരം 5 എന്നായിരുന്നു. സാരല്ല, ഇനിയും വിളിക്കാം. നമ്മളെ പരിപാടിയൊക്കെ കാണണം കേട്ടോ. അസ്സലാമു അലൈക്കും. ഹലോ അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്താണ്? മിയ കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ നിലമ്പൂർ. മിയക്കുട്ടി പഠിക്കാണോ? ഞാൻ പഠിക്കും. എത്രാം ക്ലാസ്സിലാ? 10th-ലാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഒരു പരീക്ഷയും കൂടി ഉണ്ട്. ഇതുവരെ കഴിഞ്ഞതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ആണോ? അപ്പൊ നല്ല മാർക്ക് വാങ്ങി വിജയിക്ക. +1 പോകുമ്പോ ഏത് വിഷയം എടുക്കാനാ താല്പര്യം? സയൻസ് ഒക്കെയാണ്. സയൻസ് ഒക്കെ എടുത്തിട്ട് എന്താവാൻ ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ആണോ? അപ്പൊ ആക്കം പോലെ പ്ലാൻ ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. സയൻസ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ജോലിയിലെത്തണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ ഖുർആൻ വിശേഷിപ്പിച്ച നാമം എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്. അൽ ഹവാരിയൂൻ, ഖൈറുൽ ബരിയ. ക്വസ്റ്റ്യൻ ഒന്നും കൂടിയാ പറയണ്ടേ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ ഖുർആൻ വിശേഷിപ്പിച്ച നാമം എന്താണ്? ഓപ്ഷൻസ്: അൽ ഹവാരിയൂൻ, ഖൈറുൽ ബരിയ. ഹൈറുൽ ബരിയ ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്.
10. ആദ്യ റൗണ്ട് ക്ലിയർ ചെയ്തോ? ആ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആ പോ. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? ഇസ്ലാമിക ചരിത്രം. ഇസ്ലാമിക ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ചോദ്യം, ത്വാഇഫ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ച സ്വഹാബി ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ. ആ, ഉത്തരം എന്താ? ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. സി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി മുആദ് ബിൻ ജബർ. അതാണോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തെറ്റായ ഉത്തരമായിരുന്നു. ശരിയായ ഉത്തരം സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നാണ്. സാരല്ല മോളെ, വീണ്ടും വിളിക്കാം. ബാക്കി ഒരു പരീക്ഷ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് നന്നായിട്ട് എഴുതാ, നല്ല മാർക്കൊക്കെ വാങ്ങാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? കവളമുക്കട്ടയിലെ ആസിയമ്മ. ആസിയമ്മ കവളമുക്കട്ടെന്നാണോ? ഉമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിഷയം, സുഖമായി പോകുന്നു. എങ്ങനെ പോകുന്നു നോമ്പൊക്കെ? നോമ്പൊക്കെ സാറായി പോകുന്നു, കുഴപ്പമില്ല. ആണോ? ചൂടൊക്കെ ഒരു പ്രശ്നമാണോ? ചൂടൊന്നും പ്രശ്നമില്ല, അതൊക്കെ റംസാന്റെ സത്യോണ്ട് ആക്കെ കുറവുണ്ട്. ആണോ? ഇന്നെന്താ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നേ? ഇന്ന് മന്തി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആഹാ, മന്തി മാത്രമേ ഉള്ളോ? പൊരിക്കടി എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ? എന്തേലൊക്കെ പലഹാരം ഉണ്ടാക്കണേ, എന്തേലും കട്ലറ്റോ സമൂസ എന്തേലൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ. ഉമ്മ വീട്ടിൽ ആരൊക്കെയുള്ളേ? ഇവിടെ ഉപ്പണ്ട്, പിന്നെ മോനുണ്ട്, പിന്നെ മോന്റെ ഭാര്യ, ഓരോ മക്കള്, എല്ലാരും ഉണ്ട്. എത്ര കുട്ടികളാ? 3 മക്കള്, 2 പെണ്ണും ഒരാണും. ആണോ? ആണും 3 കുട്ടികളും കൂടെ. മക്കളൊക്കെ പഠിക്കാണോ? മക്കൾ ചെറുമക്കളൊക്കെ പഠിക്കുകയാണ്. ഒരാള് +2-ല്, രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സില്, മൂന്നാമത്തെ ആള് ക്ലാസ്സില്. ആണല്ലേ? കുട്ടികൾക്ക് ഇപ്പൊ പരീക്ഷ നടക്കല്ലേ? കുട്ടികളൊക്കെ പരീക്ഷയിലാണ്. ആണ്. അപ്പൊ ഉമ്മ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ആയിക്കോട്ടെ. ഈസി ഉള്ള ക്വസ്റ്റ്യനാ ചോദിക്കുന്നേ. ആയിക്കോട്ടെ. മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാം. ആരാണ്? യൂനുസ് നബി അലൈഹിസ്സലാം.
യൂനുസ് നബി അലൈഹി സ്വലാം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അൽഹംദുലില്ലാ. ആദ്യ റൗണ്ട് ക്ലിയർ ചെയ്തു. അടുത്ത റൗണ്ടിലേക്ക് പോവാ. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണ്. ഉമ്മക്ക് അറിയാലോ. അതിൽ ഏത് ചോയ്സാ വേണ്ട? ഇസ്ലാമിക ചരിത്രം, ഖുർആൻ, നബി ചരിത്രം. നബി ചരിത്രം. അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഭാര്യ സഹോദരിമാരിൽ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചിട്ടുണ്ട്. മഹദി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു, ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ, മൈമൂന ബിബി റളിയല്ലാഹു അൻഹ. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ. ഉമ്മു സൽമ. ഉമ്മു സൽമ എന്ന ഉത്തരം തെറ്റായിരുന്നു. മൈമൂന ബിബി റളിയല്ലാഹു അൻഹ എന്നാണ് ശരിയായ ഉത്തരം. സാരല്ല, വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേരെന്താ? ഒന്ന് ഉറക്കെ പറയോ? മുഹ്സിന സ്രാമ്പിക്കല്ല്. ഇത്ത എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നോമ്പൊക്കെ ഉഷാറായിട്ട് പോണേ. നമ്മൾ പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇതിന് മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? മുന്നേ പങ്കെടുത്തില്ല. പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. വീട്ടിൽ ആരൊക്കെയുള്ളേ? വീട്ടില് അമ്മ, അപ്പ, 2 മക്കളുണ്ട്. 2 കുട്ടികളാ? 2 കുട്ടികൾ. എന്താ പഠിക്കാണോ അവര്? ഒരാള് 2ാം ക്ലാസ്സിലാണ്. ചെറുത് 1.5 വയസ്സായി. 1.5 വയസ്സായി. അങ്ങനെ. ഇത്ത, അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഖുർആനിൽ എത്ര മക്കി സൂറത്തുകൾ ഉണ്ട്? മക്കി സൂറത്തോ? അതെ. ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. 87, 86, 85. ഏതൊക്കെ? 87, 86, 85. 86 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യ റൗണ്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? ഖുർആൻ. സഅല, അൽ വാഖിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സഅല, അൽ വാഖിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ആദ്യം പറഞ്ഞേ? അതെ, സഅല. എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്തു സഫ, സൂറത്തു അൽ മാഇദ, സൂറത്ത് അൽ അൻആം. ഓപ്ഷൻസ്: സൂറത്തു അൽ മാഇദ, സൂറത്ത് അൽ അൻആം, സൂറത്തു സഫ്. പെട്ടെന്ന് പറയണേ. സൂറത്ത് അൽ അൻആം. ഇത്താ ഉത്തരം തെറ്റായിരുന്നു. ശരിയായ ഉത്തരം സൂറത്തു സഫ് ആയിരുന്നു. സാരല്ല, വീണ്ടും വിളിക്കുക. നമ്മുടെ പരിപാടിയൊക്കെ കാണാ.
അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹൻഫ ഫാത്തിമ. ഹൻഫ ഫാത്തിമ. ഹലോ, ആ ഹൻഫ അല്ലേ? ആ ഹൻഫ കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? ചോക്കാട്. ചോക്കാട്. ഹൻഫ കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 3-ല്. 3-ല്. ഇപ്പൊ പരീക്ഷയ്ക്കാണോ? ആ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? കഴിഞ്ഞോ? ആ ഫുള്ള് കഴിഞ്ഞു? സ്കൂള് പൂട്ടി? സ്കൂൾ പൂട്ടിയിട്ടില്ല. ഇല്ല, ഇപ്പൊ ലീവാണോ? 26-ാം തീയതി പൂട്ടും. 26-ാം തീയതി പൂട്ടും. ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല? ആ പോയിഞ്ഞു. പോയി വന്നതാ? ആ നോമ്പെടുക്കാറുണ്ടോ? ആ ആണോ? എത്ര നോമ്പെടുത്തു? 2. 2 നോമ്പെടുത്തു. ആ നല്ല കുട്ടിയാണല്ലോ. നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ മോള്? ആ ആണോ? ആ അപ്പൊ ഞാൻ ആദ്യം ചോദ്യം ചോദിക്കട്ടെ? ആ മോളുടെ അടുത്ത് ആരാ ഉള്ളേ ഉത്തരമൊക്കെ പറഞ്ഞുതരാൻ? ഇപ്പണ്ട്. ഉപ്പപ്പുണ്ട്. എന്താ ഉപ്പപ്പാന്റെ പേര്? മുഹമ്മദ് അലി. മുഹമ്മദ് അലി. അപ്പൊ ഉപ്പപ്പി മോളും കൂടി നല്ല ആലോചിച്ചിട്ടൊക്കെ ഉത്തരം പറയണേ. ആ ഞാൻ ആദ്യം ചോദ്യം ചോദിക്കാണ്. ആ സൂറത്തുൽ അൽ ബഖറയിലെ ആയത്തുകൾ എത്ര? മോളെ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. 287, 286, 288. 256. 286 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യ ഉത്തരം ശരിയാക്കിട്ടോ. ആരാ ഉത്തരം പറഞ്ഞു തന്നെ? ഇപ്പപ്പയാണോ? ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോട്ടെ? അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളുണ്ട്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? ഖുർആൻ. ഖുർആനിൽ നിന്നും ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഖുർആനിൽ യഅജൂജ് മഅജൂജ് വിഭാഗത്തെ കുറിച്ച് പറയുന്ന 2 സൂറത്തുകൾ ഏവ? ഓപ്ഷൻസ് ഉണ്ട്. 2 സൂറത്തുകൾ പറയണം കേട്ടോ ഉത്തരായിട്ട്. ഓപ്ഷൻസ്: സൂറത്തുൽ ബഖറ, അഅ്റാഫ്, കഹ്ഫ്, അംബിയാ. ചോദ്യാണോ അതോ ഓപ്ഷൻസോ? ഓപ്ഷൻസ്: സൂറത്തുൽ ബഖറ, അഅ്റാഫ്, കഹ്ഫ്, അംബിയാ. കഹ്ഫും ഒരു സൂറത്ത് കൂടി പറയണം. കഹ്ഫും അംബിയാവും. മോളെ ശരിയായ ഉത്തരാണ്. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. സന്തോഷായോ? നല്ല കുട്ടി. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാ. നിങ്ങൾക്ക് മുൻപ് ഒരു ദൂതനും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായതിൽ സന്തോഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചത് ഏതിനെ കുറിച്ചാണ്? ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് മുൻപ് ഒരു ദൂതനും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായതിൽ സന്തോഷിക്കുക. ഇതൊരു പ്രസ്താവനയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതാണിത്. ഇത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? എങ്ങനെ?
ഖുർആൻ. ഖുറാനെ കുറിച്ച് എന്നാ മോളെ, ഖുർആന് എന്നുള്ള ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം സൂറത്തുൽ ഫാത്തിഹയും അൽ ബഖറ സൂറത്തിലെ അവസാന ആയത്തുകളും. ഇതാണ് ഉത്തരം. ഓക്കേ. സാരല്ല, എന്തായാലും ഒരു പ്രൈസ് അടിച്ചില്ലേ? സന്തോഷായോ? ഹലോ മോളെ, വീണ്ടും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹലോ, അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷഹന. ഷഹന എവിടുന്നാ വിളിക്കുന്നേ? മണിമൂളി. ഷഹന എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടിലെ ഹസ്ബൻഡും 3 കുട്ടികളുണ്ട്. 3 കുട്ടികളുണ്ട്. വലിയ കുട്ടികളാണോ? വലിയ മോന് 7ാം ക്ലാസ്സിലെത്തി. ചെറുത്? വലിയ കുട്ടിയോ? വലുത് 7ല്. വലുത് 7ല്. ചെറുതിന് 3.5 വയസ്സ്. എവിടെയൊക്കെയാ അവര് പഠിക്കണേ? ഒരാളിവിടെ വൈക്കട് ഗവൺമെന്റ് സ്കൂൾ തന്നെ. പിന്നെ മറ്റേ നഴ്സറിക്ക് പോവാണ്. നടുത്താളും അവിടെ തന്നെ പഠിക്കാണ്. അങ്ങനെ. താത്ത എവിടെ? താത്താന്റെ വീട്ടിലാണോ അത് കല്യാണം കഴിച്ച വീട്ടിലാ? കല്യാണം കഴിച്ച വീട്ടിൽ തന്നെയാണ്. അങ്ങനെ. എന്താ നോമ്പ് തുറക്കാനൊക്കെ? നോമ്പ് തുറക്കാൻ എന്താ പത്തിരി. പത്തിരിയാണ്. പൊരിക്കടി എന്താ ഉണ്ടാക്കണേ? സമൂസ. നമ്മൾ പരിപാടിയൊക്കെ കാണാറുണ്ടോ നിങ്ങള്? ഇടക്കൊക്കെ സ്ഥിരമായിട്ട് കാണാനൊന്നാമത് ടൈം കിട്ടുന്നില്ല. അങ്ങനെ നമ്മളെ പരിപാടി യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ടിവിയിൽ വരുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും യൂട്യൂബിൽ കാണാം. അങ്ങനെ. അപ്പോ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഒമാൻ, ഹളറമൗത്ത് എന്നിവയ്ക്ക് തെക്കുള്ള അഹ്കാഫ് പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹൂദ് നബി അലൈഹിസ്സലാം എന്നായിരുന്നു. സാരല്ല, വീണ്ടും വിളിക്കാട്ടോ. അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റൈഹാനത്ത്. ഇത്ത എവിടുന്നാ വിളിക്കുന്നേ? പെരിന്തൽമണ്ണ. ഇത്ത എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? 2 ആൺകുട്ടികളും 2 ആൺകുട്ടികൾ എന്നാ പറഞ്ഞേ? 2 ആൺകുട്ടികൾ. കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ചെറുത് 1 വയസ്സായിട്ടുള്ളൂ. വലുത് ആണോ? ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണ്?
അതെ, മോൻ കൊറേ വട്ടം വിളിച്ചു സ്കൂൾ പോകുന്നതിന് മുമ്പേ. ആണോ? എനിക്കാണ് ഒരുപാട് കുറേ കോളുകൾ കാര്യം. വരുന്നോണ്ട് അങ്ങനെ മിസ്സാവുന്നതാവും കേട്ടോ. അപ്പൊ എന്തായാലും ഇത്ത ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? എപ്പോഴാ ചോദിക്കാം, എനിക്ക് വലിയ ഇതില്ലാന്ന് വെറുതെ വിളിച്ചോക്കിയാണ്. ആണോ? അടുത്ത ആരെങ്കിലും ഉണ്ടോ? സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? മക്കൾ ആരെങ്കിലും? ഇല്ല ഞാൻ സ്കൂളിൽ പോയി. സ്കൂൾക്ക് പോയി. പിന്നെ ചെറിയ കുട്ടിയല്ലേ? ആ ആ ഓക്കെ. അപ്പൊ ഈസി ഉള്ള ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ഇത് എൻട്രി ക്വസ്റ്റ്യൻ ആണ്. ഖലീലുല്ലാഹി അഥവാ അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്ന വിശേഷണത്തിന് അർഹനായ പ്രവാചകൻ ആരാണ്? ഇബ്രാഹിം നബിയാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതൊക്കെ ഓപ്ഷൻസ് കൂടി വേണ്ടി വന്നില്ല, പെട്ടെന്ന് ഉത്തരം പറഞ്ഞല്ലോ. അല്ല, അത് കലീമുല്ലാന്ന് മറ്റൊരു മൂസാ നബി ഇബ്രാഹിം നബി ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇതുണ്ടായിരുന്നു. ആണല്ലേ? അപ്പൊ പറഞ്ഞ മാതിരി ഈസി ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചേ? ആ അതെ. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? ഖുർആനാ വേണ്ടേ? ഖുർആൻ. മസ്ജിദുൽ ലിറാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഏത് സൂറത്തിലാണ്? എത്രാം ആയത്ത്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്ത് തൗബ, ബഖറ, ആലിമ്രാൻ. സൂറത്തുകള്. ഇനി ആയത്തുകള് 107, 108, 117. സൂറത്തും പറയണം, ആയത്തും ഏതാന്ന് പറയണം. മസ്ജിദുൽ ലിറാറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഏത് സൂറത്തിലാണ്? എത്രാം ആയത്ത്? ഓപ്ഷൻസ്: സൂറത്ത് തൗബ, ബഖറ, ആലിമ്രാൻ. ആയത്തുകള് 107, 108, 117. സൂറത്ത് തൗബ. ആയത്ത് ഏതാ? അങ്ങനെയല്ല, രണ്ടും ഉത്തരം ഒരുമിച്ച് പറയണം. ഞാൻ നിങ്ങൾ പറഞ്ഞ ഉത്തരം ഇങ്ങനെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. സൂറത്തിൽ തൗബയും ആയത്തിൽ ഏതാണ്? ആയത്തിന്റെ ഓപ്ഷൻസാ 108, 117, 107. എത്താ പെട്ടെന്ന് പറയണേ. 108, 117, 107 ഉണ്ട്. ഇതിലേതാണ്? 108 തെറ്റായ ഉത്തരായിരുന്നു. സൂറത്ത് തൗബ എന്നുള്ളത് ശരിയാണ്, പക്ഷെ 108 എന്നുള്ളത് തെറ്റായിപ്പോയി. 107 ആയിരുന്നു, അതായത് ആയത്ത് 107ഉം സൂറത്ത് തൗബയുമായിരുന്നു ശരിയായ ഉത്തരങ്ങള്. അപ്പൊ ഒന്ന് തെറ്റിയോണ്ട് തന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ല. സാരല്ല, വീണ്ടും വിളിക്കാം. നമ്മുടെ പരിപാടിയൊക്കെ കാണണം. യൂട്യൂബിൽ കാണാറുണ്ട് എന്നല്ലേ പറഞ്ഞേ? സ്ഥിരമായിട്ട് കാണുക. ഇനിയും വിളിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? പേരെന്താ പറഞ്ഞേ? ആസിഫ. കരുവാരകുണ്ടെന്നല്ലേ? ആസിഫ എന്താ ചെയ്യുന്നേ? പഠിക്കാണോ, വർക്ക് ചെയ്യാണോ? പഠിത്തം കഴിഞ്ഞു വീട്ടിലിരിക്കാണ്. എത്ര വരെ പഠിച്ചേ? ഡിഗ്രി ഏതെടുത്തേ? BA സോഷ്യോളജി. സോഷ്യോളജി പഠിച്ച് സോഷ്യൽ വർക്കറൊക്കെ ആവാലോ. ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ല? അല്ല, ഫുള്ളാക്കിയിട്ടില്ല. സെക്കൻഡ് ഇയർ വരെ പോയിട്ടുള്ളൂ. ആണോ? അതെന്ത് പറ്റി? താല്പര്യമില്ലേന്നോ? താല്പര്യമൊക്കെ ഉണ്ടായി. പിന്നെ ആ കൊറോണ ടൈമില് അതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതില്ല. ആണോ?
ആ വീട്ടിലാരൊക്കെയുള്ളേ മോളെ? വീട്ടിൽ ഇപ്പണ്ട് ഉമ്മണ്ട്, രണ്ടമ്മാവുണ്ട്, വെല്ലുമ്മണ്ട്, ആ കാക്കുണ്ട്. കാക്കുണ്ട്. നിങ്ങള് 2 കുട്ടികളാ? അല്ല ഞങ്ങൾ 3 ആൾക്കുണ്ട്. 3 ആള്. ആ ആരാ അടുത്തുള്ളത് ഉത്തരൊക്കെ പറഞ്ഞുതരാൻ? വാപ്പണ്ട്. ആണോ? എന്താ ഉപ്പാന്റെ പേര്? ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേര് ഹംസ. ഹംസ. ഞാൻ കൊടുക്കപ്പത്ത്. ഹലോ 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 ഇക്ക. ഹംസയുടെ പേര്? ഹംസയാണ്. അതെ. കരുവാരുണ്ടെന്നല്ലേ? നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ നിങ്ങള്? ഞാനിത് അങ്ങനെയല്ലേ കുറെ കാലമായിട്ട് ഉണ്ടാവുന്നതാണ് കാണുന്നത്. ഇന്നലെ ഇതിൽ വെച്ചപ്പോ ടിവിയിൽ വെച്ചപ്പോഴാണ് കണ്ടത്. ആണല്ലേ? സമയം ഞാൻ കുറെ മുമ്പ് വിളിച്ചിരുന്നു. കഴിഞ്ഞല്ലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ പരിപാടി യൂട്യൂബിൽ ഉണ്ടാവലുണ്ട്, പിന്നെ രാത്രി സമയത്ത് ടിവിയിലും. യൂട്യൂബിൽ നമ്മൾ എല്ലാ എപ്പിസോഡും ഇങ്ങനെ അപ്ലോഡ് ചെയ്തിടും. ആണല്ലേ? സ്വന്തം ചാനലിൽ നിന്ന് അടിച്ചാൽ മതി, അതിന്റെ അടിയിൽ തന്നെ ഉണ്ടാവും റംസാൻ ടെലിവിഷൻ. എങ്ങനെ? രാത്രി 9 മണിക്ക്. രാത്രി 9 മണി. കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല? കഴിഞ്ഞ കൊല്ലം ഇല്ല, നമ്മൾ കൊറോണ സമയത്ത് ഉണ്ടായില്ല, അതിന് മുന്നേ ഉണ്ടായിരുന്നേ. അതെ അതെ, അന്നൊക്കെ ഞാൻ വിളിച്ചിരുന്നു ആദ്യം. ആണോ? ഞാൻ സ്ഥിരം വിളിച്ചിരുന്നാണ്. ആണല്ലേ? അപ്പൊ സമ്മാനം അടിച്ചിട്ടുണ്ടോ? പ്രൈസ് അടിച്ചിട്ടുണ്ടോ? അങ്ങനെ. അപ്പൊ ഇക്ക, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? ഏത് പ്രവാചകന്റെ കുപ്പായത്തെ കുറിച്ചാണ് ഖുർആൻ പരാമർശിക്കുന്നത്? ഇല്ല, ഇത് എൻട്രി ക്വസ്റ്റ്യൻ വെക്ക, തുടക്ക. നമുക്ക് ചരിത്രം പറയാനായിട്ടില്ല, അത് അടുത്ത റൗണ്ടാ. ഏത് പ്രവാചകന്റെ കുപ്പായത്തെ കുറിച്ചാണ് ഖുർആൻ പരാമർശിക്കുന്നത്? ഓപ്ഷൻസ്: മൂസാ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം. ഇക്ക ഉത്തരം ഏത് ഉറപ്പിച്ച? യൂസുഫ് നബി ആണോ? യൂസുഫ് നബി അലൈഹിസ്സലാം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലാണ് ചോയ്സ് റൗണ്ട് ആണ്. ഇസ്ലാമിക ചരിത്രം, ഖുർആൻ, നബി ചരിത്രം. ഇതിലേതാ? നബി ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 3-ാം വർഷം വിവാഹം ചെയ്ത മഹദി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 3-ാം വർഷം വിവാഹം ചെയ്ത മഹദി ആരാണ്? ഓപ്ഷൻസ്: ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ തെറ്റായ ഉത്തരായിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് ശരിയായ ഉത്തരം. സാരല്ലേക്ക, വീണ്ടും വിളിക്കുക. ഇനിയും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാവുക. യൂട്യൂബിൽ നമ്മുടെ പരിപാടികളുണ്ട്, കാണുക. ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇഹലോകം മധുരവും അലങ്കാരപ്രദവുമാണ്. അതിൽ അള്ളാഹു നിങ്ങളെ പ്രതിനിധികളാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തു ചെയ്യുന്നുവെന്ന് അവൻ വീക്ഷിക്കുന്നുണ്ട്. സ്വർഗം നിഷിദ്ധമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്കേവർക്കും നീ രക്ഷ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്വിസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വീണ്ടും കാണാം. മഅസ്സലാമ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു.
വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്.